Namaste. I Dr. Shivananda S. Dyer, Chief Medical Officer of Ayurveda Panchakarma. First of all, I thank you from the bottom of my heart for my subscribers, teachers, family members and my patients. എന്താണെന്നറിയാവോ, നമ്മുടെ ചാനല് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും റീച്ച് കിട്ടിയതിന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്താലോ? നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? സർവിക്കൽ സ്പോണ്ടിലൈസിസ്. എന്താണ് ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസ്? ഏവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഡിസീസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസാണ്. എന്താണ് ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസ്? എവിടെയാണ് ഇത് ബാധിക്കുന്നത്? എപ്പോഴും സർവിക്കൽ സ്പോണ്ടിലൈസിസ് കഴുത്തിന്റെ ബാക്കിലുള്ള C1 to C6 എന്ന് പറയുന്ന വെർട്ടിബ്രേസിലാണ് എഫക്ട് ചെയ്യുന്നത്. C1, C2, C3, C4, C5, C6 എന്നീ വെർട്ടിബ്രേസിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. സർവിക്കൽ സ്പോണ്ടിലൈസിസ് ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസ് ആയിട്ടുള്ള ഡിസീസാണ്. ഈ ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്തിലൊക്കെയാണ് ഒക്കർ ചെയ്യുന്നത്? ബോൺസ്, ജോയിന്റ്സ് ആൻഡ് കാർട്ടിലേജ്. ഓക്കെ, ഇതിൽ ഒക്കർ ചെയ്യുകയും പിന്നെ അത് കുറച്ച് സിംറ്റംസ് കാണിക്കുകയും ചെയ്യുന്നു. അപ്പം നോക്ക്, ഇത് നമ്മുടെ വെർട്ടിബ്രേസ് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിബ്രേസ് ഇങ്ങനെ ഇരിക്കുന്ന വെർട്ടിബ്രേസ് പതിയെ ഇങ്ങനെ കംപ്രസ്ഡ് ആവാൻ തുടങ്ങും. ഈ കംപ്രസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് ഡിസ്കിന് ഡാമേജ് വരും. ഡിസ്കിന് ഡാമേജ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ വെർട്ടിബ്രേസ് തമ്മിൽ ഇങ്ങനെ ഉരസാൻ തുടങ്ങും. അന്നേരം ഇതിന്റെ ഉള്ളിലൂടെ നെർവ്സിന്റെ സർക്കുലേഷൻ, നെർവ്സ് പാസ് ചെയ്തു പോവുകയാണ്. ആ നെർവ്സിന് പ്രോപ്പറായിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയും വെർട്ടിബ്രേസ് തമ്മിൽ നല്ല രീതിയിൽ കംപ്രസ്ഡ് ആകുകയും ചെയ്യുമ്പോഴാണ് ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസിന്റെ സിംറ്റംസ് എല്ലാം കാണിച്ചു തുടങ്ങുന്നത്. അക്കാരണത്താൽ എന്തെല്ലാം ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് അത് നമുക്ക് നോക്കാം. ഞാൻ ഉദാഹരണ സഹിതം പറയാം. ഇപ്പോൾ OP-യിൽ പേഷ്യൻസ് പറയുന്ന കാര്യമാണ്, ഒത്തിരി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, വീട്ടമ്മമാർ, പിന്നെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇവരിലാണ് കോമൺ ആയിട്ട് സർവിക്കൽ സ്പോണ്ടിലൈസിസ് ബാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്? കഴുത്തിൽ വല്ലാത്ത സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, കയ്യിലേക്ക് കഴപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, വിരലിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നു. ടിംഗ്ലിംഗ് ഉറുമ്പ് എഴഞ്ഞു പോകില്ലേ, ആ ഒരു ഫീലിംഗ് വരുന്നു. കയ്യിൽ മരവിപ്പ് ഫോം ചെയ്യുന്നു, വിരലിന്റെ ടിപ്പിലൊന്നും സെൻസേഷൻ കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ കോമൺ ആയിട്ട് പറയുന്നത്. വീട്ടമ്മമാരോ വീട്ടുജോലി ചെയ്യുന്ന അമ്മമാരോ ആകട്ടെ, അവരെന്താ പറയുന്നതെന്ന് അറിയാവോ? നമ്മുടെ ക്ലോത്ത് വാഷ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഷോൾഡറിൽ സിവിയർ ആയിട്ടുള്ള പെയിൻ ഫോം ചെയ്യുന്നു, നല്ല രീതിയിൽ നീരുണ്ടാവുന്നു ഡോക്ടറെ, കഴുത്തിന്റെ ബാക്കിൽ നല്ല രീതിയിൽ നീര് വരുന്നുണ്ട്, ബമ്പ് പോലെ ഫോം ചെയ്യുന്നുണ്ട്, ഒത്തിരി നേരം നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കൂനി പോകുന്നുണ്ട്. ഇതൊക്കെ അവർ പറയുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. പിന്നെ പറയുന്ന കഴുത്തിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, കഴുത്ത് തിരിക്കുമ്പോഴെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാണ് അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള ലക്ഷണം. ഇനി IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന, സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സിസ്റ്റത്തിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണ്? ഹെഡേക്ക് കൂടുതലായിട്ടുണ്ടാകുന്നു, അവർക്ക് ഗിഡ്നെസ് ഉണ്ടാകുന്നു, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുന്നു, രണ്ട് കൈയിലേക്ക് മരവിപ്പ് വരുന്നു, എന്തെങ്കിലും വെയിറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു സ്വാധീനം ഇല്ലാത്തതുപോലെ തോന്നുന്നു, ഐസ് വെച്ച് ഫ്രീസ് ചെയ്തൊരവസ്ഥയാണ് കൈക്ക് തോന്നുന്നത്. ഇതെല്ലാം അവർ കോമൺ ആയിട്ട് പറയുന്ന ലക്ഷണങ്ങളാണ്. ഇതിന് ഇച്ചിരി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അത് ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം. നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടും മോഷൻ ഔട്ട്പുട്ടും പോകുന്നതും നമ്മുടെ കൺട്രോളിലല്ലാതെ വരുന്നൊരവസ്ഥ ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസിന്റെ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ വരുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തെല്ലാമാണ് ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസിന് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാം? ഇപ്പോൾ ഒത്തിരി സ്വെല്ലിംഗ് ഉള്ള ആളുകളിലാണെങ്കിൽ എന്ത് ചെയ്യാം? നാഗരാതി ലേപ ചൂർണം എന്ന് പറയുന്ന ഒരു പൗഡർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാണ്, കറക്റ്റ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് മാത്രം അത് യൂസ് ചെയ്യാം. നമുക്ക് അത് പറയാൻ കാര്യം, അല്ലെങ്കിൽ ഇത് അലർജി ഉണ്ടാക്കും കേട്ടോ. കോട്ടക്കിലോ വൈദ്യരത്നോ അതുപോലെയുള്ള ഏതെങ്കിലും ബ്രാൻഡ്, ഒരിക്കലും പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, ഇത് അലർജി ഉണ്ടാക്കും അല്ലെങ്കിൽ. അതുകൊണ്ട് ബ്രാൻഡഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. നാഗരാതി ലേപചൂർണം നമുക്ക് റൈസ് വാട്ടറിൽ, അരി കഴുകിയ വെള്ളത്തിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും?
ഇതിനെ ഒന്ന് ചൂടാക്കി കുറുക്കി എടുത്തിട്ട് ചെറിയ ചൂടിൽ അധികം തിക്കല്ലാത്ത ഒരു രൂപത്തിലാക്കിയിട്ട് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കത് വാഷ് ചെയ്ത് മാറ്റാം. അതിന് എഗ് വൈറ്റിൽ നമുക്കിത് ചെയ്യാമെന്നുള്ളതാണ്. എഗ് വൈറ്റിൽ ഈ നാഗരാജ ചൂർണം മിക്സ് ചെയ്തിട്ട് കഴുത്തിൽ അപ്ലൈ ആവുന്നതാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഇച്ചിരി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഒന്നുകിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുറുവെണ്ണ ഒരു 2-3 ഡ്രോപ്സ് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ത് ഓയിലാണ് ഇതിന് സർവിക്കൽ സ്പോണ്ടിലൈസിസിന് ബെറ്റർ ആയിട്ടുള്ളത്? മുറുവെണ്ണ നല്ലതാണ്, പ്രസരണ്യാദി തൈലം നല്ലതാണ്. മുറുവെണ്ണയും പ്രസരണ്യാദി തൈലവും സമാസമം മിക്സ് ചെയ്ത് കഴുത്തിലും കയ്യിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് അതിന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ റിസൾട്ട് ഈ നംനെസ്സിനും സെൻസേഷനും കുറവുള്ളവർക്ക് നമുക്ക് വാലുക സ്വേദം പോലെ, അതായത് മണലില്ലേ, നമ്മുടെ കടപ്പുറത്തൊക്കെ ബീച്ചിലൊക്കെ ഉള്ള മണലില്ലേ, ആ മണൽ കുറച്ചെടുക്കുക, അതിനകത്ത് ഇച്ചിരി ഇന്ദുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചെറിയ ബൗളിൽ ചൂടാക്കി ചെറിയ ബൗളിൽ എടുത്താൽ മതി കേട്ടോ. ചെറിയ ചൂടോട് പോയിട്ട് കൈയുടെ ഫിംഗേഴ്സ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് എക്സസൈസ് കൊടുക്കുക. എങ്ങനെയാണ് അത്? ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്നതായിട്ടും റൊട്ടേഷൻ എക്സസൈസിന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ളത് ഈ സാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണത്. ടിംഗ്ലിംഗ് സെൻസേഷനും പിന്നെ എന്തുവാണ് ഈ മരവിപ്പൊക്കെ അത് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തൊരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിനൊച്ചി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കരിനൊച്ചി, അല്ലെങ്കിൽ നിർഗുണ്ടി എന്ന് പറയും. ഇതിന് കരിനൊച്ചിയിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ നമ്മുടെ മുറുവെണ്ണയും പ്രസരണാദി തൈലവും എല്ലാം കഴുത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കരിനൊച്ചിയിട്ട് വെള്ളം തിളപ്പിച്ച് ചെറിയ ചൂടിൽ ധാര കോരിയാൽ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ മാർക്കറ്റിലൊക്കെ സല്ലഗി ലിനമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ പോലത്തെ ഒരു മെഡിസിൻ ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണത്. ആ സല്ലഗി ലിനമെന്റ് അത് ഈ സ്പോണ്ടിലൈസിസ് കേസിൽ നല്ല റിസൾട്ട് തരുന്നു കേട്ടോ. അതിലുണ്ടാകുന്ന സ്വെല്ലിങ്സ് ഒക്കെ കുറയ്ക്കാനും പെയിൻ റിലീഫ് ചെയ്യാനൊക്കെ അത് ഒത്തിരി സഹായിക്കുന്നതാണ്. ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുക്കുന്നതാണത്. അത് 5 to 6 ഡ്രോപ്സോ അല്ലെങ്കിൽ 7 ഡ്രോപ്സോ ഈ നെക്കിൻ്റെ ഭാഗത്തും കൈയുടെ ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്യുക. അതൊരു 4 hours ഗ്യാപ്പിൽ ചെയ്യാം. നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ പരിഹരിച്ച് പോകാൻ പറ്റുന്ന, അതായത് വീട്ടിൽ സർവിക്കൽ സ്പോണ്ടിലൈസിസിന് വേണ്ടിയിട്ട് ചെയ്ത് നമുക്ക് ആ അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാം. വലിയ ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. പക്ഷേ സർവിക്കൽ സ്പോണ്ടിലൈസിസിന് പ്രോപ്പറായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു പോകുന്നതാണ്. അത് ചെയ്തു പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ബോഡിയിൽ കിട്ടും. പൂർണ്ണത ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഡോക്ടർ നിങ്ങൾക്ക് ചോദിക്കും, ഇത് പൂർണ്ണത കിട്ടുമോ ഡോക്ടറെ? ഒരു സർവിക്കൽ സ്പോണ്ടിലൈസിസ് അല്ലേ, ഇത് ഡീജനറേറ്റീവ് ചേഞ്ചസ് അല്ലേ? നമുക്കത് പൂർണ്ണതയായിട്ട് ഒരു ശാസ്ത്രത്തിലും മാറ്റാൻ പറ്റില്ല. അതങ്ങ് ഒത്തിരി അങ്ങ് വേഴ്സ് ആയി കഴിഞ്ഞാൽ സർജറിയാണ് ഓപ്ഷൻ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഓരോ ദിവസം കഴിയുന്നവരും ബോൺസിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികളിലും ഇത് ഓക്കർ ചെയ്യുന്നതാണ്. അപ്പം നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നെക്ക് എക്സസൈസ് ചെയ്ത് ചുറ്റുമുള്ള ലിഗമെൻസിനെയും മസിൽസിനെയൊക്കെ സ്ട്രെങ്ത് ചെയ്ത് കൊടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മുടെ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ വസ്തി ചെയ്യും, ഇപ്പോൾ ഗ്രീവസ്തി പോലുള്ള വസ്തി ചെയ്യും. അത് നിങ്ങൾക്ക് വീട്ടിൽ ലൈറ്റായിട്ട് ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ കോട്ടൺ പാഡ് എടുക്കുക, അതിൻ്റെ അകത്ത് ഞാൻ മേൽപ്പറഞ്ഞ ഈ ഓയിൽസ് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഈ കോട്ടണിലേക്ക് അതൊന്നുകിൽ ഡിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പോർ ചെയ്തിട്ട് ചെറിയ ചൂടിൽ നമ്മൾ കമന്ന് കിടന്നതിന് ശേഷം ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് അതങ്ങനെ തന്നെ ഓയിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. 10 മിനിറ്റ്സ് കഴിഞ്ഞ് ചൂട് കുറയുകയാണെങ്കിൽ എഗെയിൻ ഒന്നും കൂടെ അതൊന്ന് വാമാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊരു 15 to 30 മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സല്ലഗി ലിനമെന്റ് അപ്ലൈ ചെയ്താലും നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ എക്സസൈസ് ആണ് നമുക്ക് ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസിൽ ചെയ്യാൻ നമുക്ക് പോവാം. നമുക്ക് എന്തൊക്കെ എക്സസൈസ് ആണ് ചെയ്യാന്ന് കാണാം. അപ്പോൾ എന്തൊക്കെ എക്സസൈസ് ആണെന്ന് നോക്കാവോ? ആദ്യമായിട്ട് നമുക്ക് നെക്കിന് എക്സസൈസ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നെക്ക് മുന്നോട്ടേക്കും പിറകോട്ടേക്കും ഒരു 7 ടൈംസ് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ 5 ടൈംസ് ചെയ്യുന്നുള്ളൂ. ചെയ്തോളൂ. 1 2 3 4 5. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ചിഹ്ന് ഇങ്ങനെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ഓക്കെ, 1 2 3 4 then 5.
സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് വിടുക. അതിനുശേഷം ഷോൾഡർ എക്സസൈസ് ആണ്, നോക്കിക്കോളൂ. ഷോൾഡർ പെയിൻ പറയുന്നവർക്കും കയ്യിൽ റേഡിയേറ്റീവ് പെയിൻ പറയുന്നവർക്കും ഈ എക്സസൈസ് വളരെയധികം നല്ലതാണ്. നന്നായിട്ട് നിവർന്നിരിക്കുക കേട്ടോ. നിവർന്നിരുന്നതിന് ശേഷം 1 2 3 4 5 ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അടുത്ത് 1 2 3 4 5. അതിനുശേഷം എന്താണ് സ്ട്രെച്ച് എക്സസൈസ്. രണ്ട് കൈയും ലോക്ക് ചെയ്ത് പിടിച്ച് മേലേക്ക് വെക്കുക, നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. 1 2 3 4 5. ദെൻ റിലാക്സ് ചെയ്യുക. അടുത്തതായി എന്താണ്, നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഹെഡിനെ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, ലൈറ്റ് ആയിട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് റിലാക്സ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡോടെ എഗെയിൻ ഹെഡിനെ ഹോൾഡ് ചെയ്യുക, ലൈറ്റ് ആയിട്ടൊരു പ്രഷർ കൊടുക്കുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ നമ്മുടെ യോഗാസനാസ് ആയിട്ടുള്ള ധനുരാസന, ഗോമുഖാസന, കോബ്ര പോസ് ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തമമാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഈ സർവിക്കൽ സ്പോണ്ടിലോസിസിൽ നോക്കാൻ പറ്റുന്നത്? എക്സ്റേ നോക്കാം, CT നോക്കാം, MRI നോക്കാം, നെർവ് കണ്ടക്റ്റിംഗ് ടെസ്റ്റ് നോക്കാം, EMG, ഇങ്ങനെ ഒത്തിരി ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റ് എല്ലാം നമുക്ക് സ്പോണ്ടിലോസിസിന് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ എത്രത്തോളം ഏത് ലെവലിലാണ് അതുള്ളതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ വേറെ ഒരു ഫുഡിൻ്റെ കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നമുക്കിത് എന്താണ്, വൈറ്റമിൻ സപ്ലിമെൻ്റ് ആയ വൈറ്റമിൻ ഡിയും കാൽസ്യവും സ്പോണ്ടിലോസിസ് ഉള്ളവർക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് കേട്ടോ. സ്പോണ്ടിലോസിസ് ഉള്ളവർ കൃത്യമായിട്ട് കഴിക്കണം. പിന്നെ ഉള്ളത് ഒമേഗ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഒത്തിരി കഴിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞത് സ്പോണ്ടിലോസിസിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനോ മെഡിസിൻസിനെ കുറിച്ച് അറിയാനോ ആണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിന് ഞാൻ കൃത്യമായിട്ട് പറ്റുന്നിടത്തോളം ഞാൻ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇൻറ്റേർണൽ മെഡിസിൻസ് പറയാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓരോ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിനനുസരിച്ച് മെഡിസിൻസ് ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഒരുപോലെ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇൻറ്റേർണൽ കഴിക്കുന്ന മെഡിസിൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഓറലി എടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും മുന്നത്തെ വീഡിയോയിൽ തന്ന സപ്പോർട്ടിനെ പോലെ ഇനി വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.